ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 20 മിനിറ്റോളം നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നെയ്യൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതിലോട്ട് 2-3 ഏലക്ക, ഗ്രാമ്പു, പിന്നെ പട്ട ഇത്രയും ചേർത്ത് കൊടുത്ത് ചൂടായ ശേഷം നമുക്കൊരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ചെറുതായിട്ട് വാടി കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ വീഡിയോ ഒക്കെ ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ അത് വാടി വന്ന ശേഷം നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, പൈനാപ്പിൾ, പിന്നെ മല്ലിയില, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് അരിയൊക്കെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റായിട്ട് അരി വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കാരണം ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തിളച്ച് വരുന്നതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒറ്റ വിസിൽ അടിച്ചാൽ മതിയിട്ട് അതിന് കംപ്ലീറ്റ് പ്രഷർ പോയി കിട്ടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുകളിലിട്ട് സവാള വറുത്ത് വെച്ചതായിരുന്നു, ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്.